ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മിക്സ്ചറിൻ്റെ റെസിപ്പി. ചെറുപയറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ മിക്സ്ചർ റെഡിയാക്കുന്നത്. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണിത്. ബോംബെ മിക്സ്ചർ, മഞ്ഞ മിക്സ്ചർ അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇതിന്. മുട്ട മിക്സ്ചർ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഇത് തയ്യാറാക്കി എടുക്കാം. കടയിൽ നിന്നൊന്നും ഇനി മേടിക്കാൻ പോകണ്ട കേട്ടോ. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു മിക്സ്ചറാണിത്. ചെറുപയർ നമ്മൾ വെറുതെ വീട്ടിൽ നിന്ന് ചീത്തയാക്കി കളയണ്ട. ഇനി ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നത് നോക്കാം. മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചെറുപയറായത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വാഷ് ചെയ്തെടുക്കണം. 1 കപ്പ് ചെറുപയർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുപയർ വീട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇനി നമ്മുടെ ചെറുപയറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. ഒരു 3-4 പ്രാവശ്യമെങ്കിലും ചെറുപയർ കഴുകി എടുക്കണം. അതിന് 3-4 പ്രാവശ്യം ഞാൻ കഴുകി എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ചെറുപയർ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു 2 മണിക്കൂർ നമുക്ക് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചെറുപയർ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തു, വെള്ളമൊക്കെ വാർന്ന് കിട്ടാൻ വേണ്ടി. അങ്ങനെ കുറച്ച് നേരം അരിപ്പയിൽ ഇരുന്ന് കഴിഞ്ഞ് ഞാനൊരു കോട്ടൻ്റെ തുണിയിലേക്ക് നമ്മുടെ ചെറുപയർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. വെയിലത്തൊന്ന് വെച്ചിട്ടെടുത്താലും നല്ലതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് എടുത്താൽ മതി. ഇപ്പം ഞാനിത് കോട്ടൻ്റെ തുണിയിലാണ് ഇട്ടെടുത്തത്. പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് കിട്ടും. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കടലമാവിൻ്റെ അതേ അളവിൽ തന്നെ 1 കപ്പ് അരിപ്പൊടിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കളറ് വേണം. കളറിനായിട്ട് നമുക്ക് മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞ കളറുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി. അതിലും നല്ലത് മഞ്ഞൾ പൊടി തന്നെയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഒത്തിരി ലൂസായി പോകാൻ പാടില്ല. മാവ് കട്ടിക്ക് തന്നെ കുഴച്ചെടുക്കണം. അതായത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. വെള്ളം അല്പം കൂടി പോവുകയാണെങ്കിൽ അല്പം കടലമാവൂടെ ഇട്ട് കൊടുത്തിട്ട് ബാലൻസ് ചെയ്തെടുത്താൽ മതി. വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചൂടുവെള്ളത്തിലൊന്നും കുഴക്കേണ്ട കാര്യമില്ല കേട്ടോ, പച്ചവെള്ളം തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാനൊന്ന് കുഴച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇതാ ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ അച്ചാണ് എടുക്കേണ്ടത്. അതിൻ്റെ അകത്ത് ചെറിയ കണ്ണിയുള്ള അച്ചാണ് എടുക്കേണ്ടത്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അച്ച് മതി. പിന്നെ അതിൻ്റെ വലിയ ഇതിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ ഏറ്റവും ചെറിയ കണ്ണിയുള്ള അച്ച് വേണം എടുക്കാനായിട്ട്. എങ്കിലേ ഉള്ളൂ നമ്മുടെ മിക്സ്ചർ നല്ല ചെറുതായിട്ട് വരത്തുള്ളൂ. എങ്കിലേ ഉള്ളൂ മിക്സ്ചർ നല്ല ടേസ്റ്റും കാണത്തുള്ളൂ. വലിയ ഇതിൽ നല്ലത് ചെറുതാണ്. ഇനി മാവെല്ലാം സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ എണ്ണ തിളയ്ക്കാൻ വെച്ചിരുന്നു. ഇപ്പോൾ എണ്ണയൊക്കെ തിളച്ച് കാണും. അപ്പം നമുക്ക് ഇത് റെഡി ആയിക്കൊണ്ട് പോകാം. എണ്ണ തിളച്ച് കിടന്നിരുന്നു. ഞാൻ ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അതിനെ നമ്മൾ എണ്ണയിലേക്ക് സിമ്മിലിട്ടിട്ട് വേണം, ഗ്യാസ് സിമ്മിലിട്ടിട്ട് വേണം നമ്മുടെ മാവ് ഒന്ന് ഇടിയപ്പമൊക്കെ കറക്കുന്ന പോലെ ഒന്ന് വട്ടത്തിലൊന്ന് ചുറ്റിച്ച് കൊടുക്കാനായിട്ട്. ഒരുപാട് കട്ടിക്ക് ചുറ്റിച്ച് കൊടുക്കരുത്. ഒരു 3-4 ലെയർ വരത്തക്ക രീതിക്ക് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കപ്പോൾ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരുപാട് നേരം ഇടരുത്, കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ നമുക്ക് കോരിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് കിടന്നാൽ മതി അടുപ്പിൽ. ഇത് റെഡി ആയിട്ടുണ്ട്.
ഇനി നന്നായിട്ട് എണ്ണ കളഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതുപോലെ തന്നെ ഒരു 3-4 ട്രിപ്പ് ഉണ്ട് ഉണ്ടാക്കാനായിട്ട്. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വരട്ടെ. അങ്ങനെ ഒരു 3-4 ട്രിപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും എണ്ണ ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം നമ്മുടെ ചെറുപയർ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ അതിന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുപയറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുപയർ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. ഫ്ലെയിം കുറയ്ക്കേണ്ട. ചെറുപയർ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തി എടുത്തത് കൊണ്ട് ചെറുപയർ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ചെറുപയർ ഒത്തിരി കരിഞ്ഞു പോകരുത്. ഒന്ന് കളർ നന്നായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് ചെറുപയറൊക്കെ. ഇപ്പോൾ ചെറുപയറൊക്കെ വീട്ടിൽ വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കും. അവർക്കൊക്കെ വലിയ ഇഷ്ടമാകും. നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ചെറുപയർ ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ചെറുപയർ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു ക്രിസ്പി ആയിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് ചെറുപയർ കോരി മാറ്റാം. നന്നായിട്ട് എണ്ണ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ മിക്സ്ചറിലൊക്കെ ഒരുപാട് എണ്ണ കാണും. അപ്പം നന്നായിട്ട് എണ്ണ നമ്മൾ ഇങ്ങനെ അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എണ്ണ വാർന്നതിന് ശേഷം വേണം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ. ചെറുപയറിൻ്റെ കളറൊന്ന് മാറിയാൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആകരുത്, ചെറിയൊരു ബ്രൗൺ കളർ ആകാവുള്ളൂ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല തിളച്ച എണ്ണയിലേക്ക് കറിവേപ്പില പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം. അല്ലെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ കോരിയെടുത്താൽ നമുക്ക് ആ പച്ചപ്പൊക്കെ മാറാതെ നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും. അങ്ങനെ കറിവേപ്പില എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇത് എണ്ണ നന്നായിട്ട് വാർന്നതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില സ്കിപ്പ് ചെയ്യാതെ ഇടണേ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറുപയർ ഫ്രൈ ചെയ്തത്, പിന്നെ നമ്മുടെ മിക്സ്ചർ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സ്ചർ നന്നായിട്ട് പൊടിച്ചെടുക്കണം കൈകൊണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചെറിയതായിട്ടല്ലേ കിട്ടുന്നത്, അതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം കൈകൊണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഒട്ടും എണ്ണമയമേ ഇല്ല കേട്ടോ നമ്മുടെ മിക്സ്ചറിന്. നമ്മുടെ ചെറുപയർ കോരിയെടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി എണ്ണ കാണുകയുള്ളൂ. അതൊരു ടിഷ്യൂലേക്ക് ഇട്ടിട്ടെടുത്താൽ അതിൽ നിന്നും എണ്ണ മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് പൊടിച്ച് വെച്ച് മിക്സ്ചർ ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മാവിൽ ഉപ്പ് ചേർത്താണ്, എങ്കിലും കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ ചെറുപയറിലൊന്നും ഉപ്പില്ലല്ലോ. ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുപയറൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു മിക്സ്ചറാണിത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോംബെ മിക്സ്ചറാണിത്. എല്ലാവർക്കും ഇഷ്ടമാകും. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാകും. അവർക്ക് മിക്സ്ചറൊക്കെ വലിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒട്ടും പേടിക്കാതെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ്ചർ ഇവിടെ എല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു മിക്സ്ചറാണ്. കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണേ. ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പോൾ